1 ശമൂവേൽ 18 അധ്യായം 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പരിഭാഷയിൽ അല്പം കൂടെ അർത്ഥവ്യാപ്തിയിലാണ് അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ഹി വാസ് സക്സസ്ഫുൾ ഇൻ ഓൾ ഹി ഡിഡ് ബിക്കോസ് ദ ലോർഡ് വാസ് വിത്ത് ഹിം. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിന് വിവേകത്തോടെ നടക്കുവാൻ സാധിച്ചു. തൻ്റെ എല്ലാ വഴികളിലും ദാവീദ് വിവേകത്തോടെ നടന്നു. വിവേകത്തോടെ ജീവിക്കുക എന്നുള്ളത് തീർച്ചയായും അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവേകത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുവാനും വിവേകത്തോടെ ജീവിക്കുവാനും ഇടയാകേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ എല്ലാ ഗുണഗണങ്ങളും കഴിവുകളും അറിവുകളും കുറവുകളും ഒക്കെ ചേർന്നതായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തൻ്റെ ചെറുപ്പകാലം മുതൽ താൻ ദൈവത്തോട് വളരെയധികം പറ്റുമാനമുള്ള വ്യക്തിയായിരുന്നു എന്നും കാണുവാൻ കഴിയും. താൻ പവിഴ നിറമുള്ളവനായിരുന്നു, കോമളനായിരുന്നു. അതുപോലെ തന്നെ കിന്നര വായനയിൽ സമർത്ഥനായിരുന്നു എന്നൊക്കെ ദാവീദിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകം കഴിവുകളുള്ളതായ ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. മാത്രമല്ല, തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം വളരെ കൃത്യമായി ചെയ്തിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു സിംഹം കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ പിടിച്ചുകൊണ്ടുപോയി. മറ്റൊരു സമയത്ത് ഒരു കരടി ഒരാടിനെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഈ രണ്ട് സമയങ്ങളിലും ദാവീദ് എന്താണ് ചെയ്തത്? അവയുടെ പിന്നാലെ ചെന്നിട്ട് അവയുടെ വായിൽ നിന്ന് ആ ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. മാത്രമല്ല, ദാവീദിന് നേരെ ആ മൃഗങ്ങൾ ചാടി വന്നപ്പോൾ അവയെ അടിച്ചു കൊന്ന് അങ്ങനെ ദാവീദ് സിംഹത്തെയും കരടിയെയും കൊന്നുകളഞ്ഞു. അത്രമാത്രം തൻ്റെ ജോലിയോട് ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ ജീവനെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിറവേറ്റിയ ഒരു വ്യക്തിയെയാണ് നാം ദാവീദിൽ കാണുന്നത്. മാത്രമല്ല, ദൈവം തന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു ദാവീദ്. അത് തൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് ദാവീദിൽ നാം ഇവിടെ കാണുന്നത്. കർത്താവ് തന്നോട് കൂടെയുണ്ട്. യഹോവയായ ദൈവമാണ് തന്നെ വഴി നടത്തുന്നത്. യഹോവയായ ദൈവത്തോട് ചോദിക്കാതെ താൻ ഒരു കാര്യവും ചെയ്യാറില്ല. ഇത് ദാവീദിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടുന്നതായ ഒരു വലിയ മാതൃകയാണ്. ഈ ശമൂവേലിൻ്റെ 1 പുസ്തകത്തിൽ നാം പലയിടങ്ങളിലായി കാണുന്നുണ്ട് ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും കർത്താവിനോട് ചോദിച്ചിരുന്നു, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? പ്രത്യേകിച്ച് ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിനായി പോകുന്ന സമയത്ത് ആ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ ദാവീദ് യഹോവയോട് ചോദിച്ചിരുന്നു, കർത്താവേ, ഞാൻ പോകണമോ? ഞാൻ ഫെലിസ്ത്യരുമായി യുദ്ധം ചെയ്യണമോ? ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. അതുതന്നെ ദൈവത്തിൻ്റെ ഹിതകരമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ദൈവം ദാവീദിനെ വളരെയധികം സ്നേഹിച്ചു. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നത് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ്. തനിക്ക് ബോധിച്ച പുരുഷനെ ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായി, തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി ദാവീദിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം എന്തായിരുന്നു? താൻ ദൈവത്തോട് എല്ലാ സമയത്തും അനുവാദം ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. മാനുഷികമായ പല ബലഹീനതകളും ദാവീദിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് ദാവീദ് ഓരോ കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടക്കുവാൻ ദാവീദിനിടയായി തീർന്നു. അതുകൊണ്ട് നാം വായിക്കുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും പടിപടിയായി ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതായ ഒരു കാഴ്ചയാണ്. പുൽപ്പുറത്ത് ആടുകളെ നോക്കിക്കൊണ്ടിരുന്നതായ ദാവീദിനെ ദൈവം
പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ രാജാസനത്തിലിരുത്തുവാൻ തക്കവണ്ണം ദൈവം അവനിൽ പ്രസാദിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ദാവീദ് രാജാവ് തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് പറയുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? ദാവീദിൻ്റെ ജീവിതത്തിലൂടെ നാം കാണുന്നത് ഏറ്റവും നിസ്സാരനായിരുന്ന, ഏറ്റവും താണാവസ്ഥയിലായിരുന്ന ഒരു മനുഷ്യനെ ദൈവം എങ്ങനെയാണ് ഏറ്റവും ഉയർന്നതായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? താൻ യഹോവയായ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങിപ്പുറപ്പെട്ടത്. വിവേകത്തോടെ താൻ നടന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചിട്ട്, ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങുവാൻ നാം ബാധ്യസ്ഥരാണ്. യഹോവ നമ്മോട് കൂടെ വരുന്നതായ സന്ദർഭമാണത്. ദൈവത്തോട് നാം അനുവാദം ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങുന്നുവെങ്കിൽ തീർച്ചയായും വിവേകത്തോടെ നടക്കുവാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും ഓരോ കാര്യങ്ങളിലും വിജയം വരിക്കുവാൻ നമുക്കിടയായിത്തീരും. പരാജയപ്പെട്ടു പോകുന്നതിനേക്കാൾ ഉപരിയായി യഹോവയായ ദൈവത്തിൽ നിന്നുള്ളതായ ആലോചനകൾക്ക് അനുസരണമായി നാം പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വഴികളിലും വിജയം കണ്ടെത്തുവാനിടയായിത്തീരുന്നു. നാം പരാജയപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വിലയേറിയതായ ഒരു സത്യം. നമ്മെക്കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കിയെടുക്കുവാൻ നമുക്കിടയായിത്തീരുന്നതിൻ്റെ കാരണം യഹോവയായ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് ആ അനുവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഓരോന്ന് ചെയ്യുമ്പോഴാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് പലതും ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ആ സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നാണ്. പലപ്പോഴും നാം നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ പ്രധാനമായ പല ആവശ്യങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ വരുമ്പോൾ നാം സ്വന്തം വിവേകത്തിൽ ഊന്നിയാണ് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. എന്നാൽ അതെല്ലാം സർവാബദ്ധമായി തീരാറുണ്ട്. ഭാവിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നു. സ്വന്തം വിവേകത്തിൽ കാര്യങ്ങൾ ചെയ്ത ഒരുപാട് പേരുടെ നേർസാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം വിവേകമനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ദുരന്തങ്ങൾ ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കേണ്ടി വരിക. നാം നമ്മെ തന്നെ ഒന്ന് നോക്കുക. നമ്മുടെ പലവിധ ആവശ്യങ്ങളുടെ മുഖത്തും പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരമായി നമ്മുടെ സ്വന്തം ആലോചനകൾക്ക് അനുസരണമായിട്ടല്ലേ നാം കാര്യങ്ങൾ നീക്കാറുള്ളത്. പ്രിയമുള്ളവരെ, അടുത്ത സമയത്ത് ഒരുപാട് യൗവനക്കാരുടെ കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നത് നാം നേരിട്ട് കാണുകയാണ്. എന്താണ് കാരണം? മക്കളുടെ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ ചെറുക്കനോ പെണ്ണോ ആരുമായിക്കൊള്ളട്ടെ, അവർ ദൈവഭയമുള്ള വ്യക്തിയാണോ എന്നുള്ളത് നോക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വത്ത് എത്രയുണ്ട്, ജോലി എങ്ങനെയുണ്ട് എന്നിത്യാദി കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകുന്നു. നാം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല പല കാര്യങ്ങൾക്കും ഇറങ്ങിപ്പുറപ്പെടാറുള്ളത്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒത്തുവരുമ്പോൾ അവസാനമായി നാം പറയും ഇത് ദൈവഹിതമാണ്. എന്നാൽ ദൈവത്തോട് ആദ്യമായി ആലോചന ചോദിച്ചതിന് ശേഷമായി എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിന് അനുസരണമായിട്ട് നടത്തുമ്പോൾ അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നാം കാണുന്നത് ഇസ്ഹാക്കിൻ്റെയും റിബേക്കയുടെയും വിവാഹത്തെ സംബന്ധിച്ചുള്ളതായ ചരിത്രമാണ്. അവിടെ എലയാസാറും ബഥൂവേലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കാര്യം യഹോവയാൽ വരുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും യഹോവയോട് ആലോചന ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്കിടയായിത്തീരട്ടെ. അപ്പോഴാണ് വിവേകത്തോടെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം നാം എല്ലാ കാര്യങ്ങളും ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു ദിവസമായി മാറട്ടെ. സ്വന്തം വിവേകത്താൽ കാര്യങ്ങൾ ചെയ്യാതെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായ പാതയിലൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്നുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായ വിവേകത്തിൻ്റെ മാർഗത്തിലൂടെ ചെയ്തുകൊണ്ട് അനുഗ്രഹീതരാകുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ
തിരുസന്നിധിയിലെടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്നെഴുതിയിരിക്കുന്നത് പോലെ ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ വിവേകത്തോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ അവിടുത്തെ അനുവാദത്താൽ ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായ പാതയിലൂടെ സഞ്ചരിക്കുവാൻ അടിയങ്ങളെ ഇടയാക്കണമേ. അല്ലാത്ത വഴികളെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളെയും അവിടുന്ന് തന്നെ മാറ്റിത്തന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും അവിടുന്ന് അവരെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയവുമായി ബോധിപ്പിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.